തൃശൂർ മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്ന സംഭവം. ആ സംഭവം കവർച്ച നടത്തിയത് സിനിമാ സ്റ്റൈലിലാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. തീരൻ അധികാരം ഒன்று എന്ന സിനിമയെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് സംഘം കവർച്ച നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. കേസിൽ മുഖ്യ സൂത്രധാരനും ഒന്നാം പ്രതിയുമായ സൂരജ് പവാർ അടക്കം 3 പേർ പിടിയിലായിട്ടുണ്ട്. ചരക്ക് കൊണ്ടുപോകുന്ന ട്രക്കുകളിൽ കയറിപ്പറ്റുക, പിന്നീട് വിവിധ സംസ്ഥാനങ്ങളിലെ റോഡിലൂടെ യാത്ര ചെയ്യുക, ഹൈവേ ഓരങ്ങളിൽ സുരക്ഷ കുറവുള്ള വീടുകൾ കണ്ടെത്തി കൊള്ളയടിക്കുക, ഇങ്ങനെ തീരനധികാരം ഒன்று സിനിമയെ അനുസ്മരിക്കും വിധം കവർച്ച നടത്തിയ കൊള്ള സംഘത്തെയാണ് തൃശൂർ സിറ്റി പോലീസ് പിടികൂടിയത്. തൃശൂർ മണ്ണുത്തി മുല്ലക്കര സ്വദേശി സോമശേഖരന്റെ വീട്ടിൽ നിന്ന് 51 ലക്ഷം രൂപ വിലമതിക്കുന്ന 45.5 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരനടക്കം 3 പേരെയാണ് പോലീസ് പിടികൂടിയത്. സിനിമയെ വെല്ലുന്ന തരത്തിലാണ് കവർച്ച സംഘത്തിന്റെ പ്രവർത്തനമെന്ന് പോലീസ് പറഞ്ഞു. ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 30 പവനോട് സ്വർണം നമ്മൾ റിക്കവർ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസവും ബാക്കി ഇവർ വിൽക്കാൻ വേണ്ടി കൊടുത്ത കുറച്ച് സ്വർണവും അതിൻ്റെയും ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഏകദേശം 40 പവനോളം സ്വർണവും ഒരു 2 ലക്ഷം രൂപ പൈസവും വി ആർ ഏബിൾ ടു റിക്കവർ. ഇതിൻ്റെ കൂടി നമ്മുടെ ടീമിൻ്റെ എല്ലാ മെമ്പേഴ്സ് ഉണ്ട്. സോ നമ്മുടെ ടീമിൻ്റെ ഒരു നല്ല എഫർട്ടത്തോടു കൂടി നമ്മൾ ഈ കേസ് പിടിച്ചതാണ്. വാഹനങ്ങളിലെ പെട്രോളും ഡീസലും മോഷണം നടത്തിയാണ് ഇവരുടെ ജോലികൾ തുടങ്ങിയത്. പിന്നീട് അത് വൻ കവർച്ചകളിലേക്ക് മാറുകയായിരുന്നു. കേസിലെ മുഖ്യ സൂത്രധാരനും ഒന്നാം പ്രതിയുമായ രാജസ്ഥാൻ സ്വദേശി സൂരജ് പവാറിനെ പിടികൂടി പോലീസ് തൃശൂരിലെത്തിച്ചു. രാജസ്ഥാനിലെ ചിറ്റോഗഡ് ജില്ലയിലെ മദ്ഫിയ സ്റ്റേഷൻ പരിധിയിലുള്ള തിരുട്ട് ഗ്രാമത്തിൽ ഒളിച്ചു താമസിക്കുന്നതിനിടയിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 26 പവൻ സ്വർണം കണ്ടെടുത്തു. 2ാം പ്രതി ആകാശിന്റെ 3ാം പ്രതി മജീദ് ഖാൻ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ ആകെ 30 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കവർച്ച ചെയ്തതിൽ 30 പവനോളം മുഖ്യപ്രതി എടുത്ത ശേഷം ബാക്കി മറ്റുള്ള പ്രതികൾക്കായി വീതം വെച്ച് നൽകുകയായിരുന്നു. ഇനി 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് പറഞ്ഞു. ജനം, തൃശൂർ.